മെലോൺ ടിവിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാശംസകൾ. ഇന്ന് ഞങ്ങളൊരു ഓണം സ്പെഷ്യൽ അവിയലാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തുടക്കക്കാർക്കൊക്കെ നല്ല രീതിയിൽ ഒരു എളുപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവിയലാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത്. പല രീതിയിലൊക്കെ നമ്മൾ അവിയൽ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമുക്ക് ഒരു എളുപ്പത്തിൽ പെട്ടെന്ന് എളുപ്പം ഒരു വെറൈറ്റി ആയിട്ടൊരു രീതിയിൽ നമുക്ക് അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾ തൈരൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ചില നാടുകളിലൊന്നും തൈരൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള പച്ചക്കറികളൊക്കെ ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ആദ്യം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറികളെ ചട്ടിയിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. പച്ചക്കറികളെല്ലാം നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. അപ്പം ഞങ്ങൾ എല്ലാ പച്ചക്കറികളും കൂടി ഒന്നിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ചിലർ ചേനയ്ക്ക് വേവ് കൂടുതലുള്ളതുകൊണ്ട് ആദ്യം ഒന്ന് വേവിച്ചിട്ടെടുക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ചേന ഇടാം, കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മത്തൻ, വെള്ളരിക്ക, പയർ, മുരിങ്ങയ്ക്ക, പച്ചമുളക്, സവോള, വാഴയ്ക്ക ഒന്ന് അരിഞ്ഞ് വെള്ളത്തിലിടുവാണെങ്കിൽ വാഴയ്ക്ക് ഒരു കറുപ്പ് കളർ വരും. കറയുണ്ട് കായ്ക്ക്. അപ്പോൾ വെള്ളത്തിലിട്ട ശേഷം നമുക്കത് കഴുകി എടുത്തിടുവാണെങ്കിൽ ആ കറുപ്പ് കളർ ഉണ്ടാവുകയില്ല. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, തൈര്, ആ പച്ചക്കറിക്ക് ആവശ്യമായ പുളിക്ക് ആവശ്യമായ തൈര്. അപ്പോൾ തൈര് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊന്നും തൈര് ഒഴിക്കാണ്ടാണ് അവിയൽ ഉണ്ടാക്കുന്നത്. ഞങ്ങളിവിടെ തൈര് ചേർത്താണ് ഉണ്ടാക്കുന്നത്. പിന്നെ തൈര് ഈ പച്ചക്കറികളുടെ കൂട്ടത്തിൽ ഇട്ട് വേവിക്കുകയാണെങ്കിൽ ഈ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവില്ല, എല്ലാം വിട്ട് ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പച്ചക്കറികളുടെ കൂട്ടത്തിൽ തൈര് ഒഴിച്ച് വേവിക്കുന്നത്. ഇനി നമുക്കെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. അത് വേവുന്നതിന് ആവശ്യമായ പച്ചക്കറികൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പം ഞങ്ങളെല്ലാം ഓരോരോ ചെറിയ പീസുകൾ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പം അതിനാവശ്യമായ ആ കഷ്ണങ്ങൾ മൂടുന്നതിന് ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് വേവിച്ചാൽ മതി. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പച്ചക്കറി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞങ്ങളിവിടെ അരമുറി തേങ്ങ, ഒരല്പം മഞ്ഞൾപ്പൊടി, 2-3 ചുള ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി നമുക്കൊന്ന് പച്ചക്കറി വെന്തോ നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. പച്ചക്കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉടഞ്ഞൊന്നും പോവാതെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാ അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അല്പം ഒന്ന് ആവി കയറുന്ന ഒരു പച്ചമണം ഒന്ന് അരപ്പിനെ മാറുന്നോളം വരെ ഒന്ന് അല്പം ഒന്ന് സമയം ഒന്ന് മൂടി വെക്കാം. അപ്പം നമ്മുടെ അവിയലൊക്കെ ഇവിടെ നന്നായി വെന്ത് അരപ്പൊക്കെ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ചെറിയുള്ളിയുടെ 1 ടീസ്പൂൺ ചെറിയുള്ളി നീര് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അവിയലിന്. അപ്പം നമുക്കത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ ചെറിയുള്ളിയുടെ ആ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. ബൈ.